ഫാദർ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ സർവീസ് ഒക്കെ? സർവീസിന്റെ കാര്യത്തിൽ ദിസ് ഇസ് ഹൗ ഇറ്റ് ഇസ്. ഇപ്പം ഞാൻ ഓർഡർ പ്ലേസ് ചെയ്തപ്പോൾ തന്നെ ഞാൻ ഫണ്ട് റൈഡേഴ്സിനോട് പറയുണ്ടായി, പ്ലേ സ്കൂൾ, മോണ്ടിസോറി സ്കൂൾ, LKG, UKG, അതായത് LP സെക്ഷൻ മൊത്തം ആക്സസ് ചെയ്യുന്ന ആ ഏജ് ഗ്രൂപ്പിന് വേണ്ട എക്വിപ്മെന്റ്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഒബ്വിയസ്ലി ഞാൻ അവരോട് ഇൻസിസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം, ചിൽഡ്രൻസ് പ്ലേ ഏരിയയുടെ സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് ഉണ്ടല്ലോ, അതിനകത്ത് യാതൊരു വിധത്തിൽ ഒരു കോംപ്രമൈസും വരരുതെന്നുണ്ടായിരുന്നു. അപ്പൊ അതനുസരിച്ചുള്ള ഫോൾ ഹൈറ്റ്സ് അല്ലെങ്കിൽ പ്രൊട്രൂഡിങ് പോർഷൻസ്, അതായത് പിള്ളേർക്ക് ഇഞ്ചുറി ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ അത് എൻട്രാപ്മെന്റ്, പിള്ളേർ എൻക്ലോസ് ചെയ്ത് ക്ലോസ്ട്രോഫോബിക് ആയിട്ടുള്ള കുട്ടികൾക്ക് ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ ഓപ്പൺ ആയിട്ടുള്ള സൊല്യൂഷനും കാര്യങ്ങളും ഒക്കെ അങ്ങനെ വേണമെന്ന് ഞാൻ പറഞ്ഞു. അപ്പം അതനുസരിച്ചുള്ള എക്വിപ്മെന്റ്സ് ഞങ്ങൾ ചൂസ് ചെയ്യുണ്ടായി. ഇത് വന്ന് ഇൻസ്റ്റാൾ ചെയ്തെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളുടെ ടൈം ലിമിറ്റ് വളരെ കുറവായിരുന്നു. അവധി കാലത്ത് നമുക്ക് ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ, സ്കൂൾ വർക്കിന് മുമ്പ്. അപ്പൊ അവര് ഡേ ആൻഡ് നൈറ്റ് ഇരുന്ന് വർക്ക് ചെയ്തിട്ടാണ് അവരത് ചെയ്ത് തീർത്തത്. അപ്പോൾ ഞാൻ ഫണ്ട് റൈഡേഴ്സിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതും ഇത് ഈ ഇൻസ്റ്റലേഷൻ കഴിഞ്ഞതിന് ശേഷമുള്ള ആഫ്റ്റർ സെയിൽ സർവീസ്, അതിന്റെയും ഒരു സ്ട്രോങ് പോയിന്റ് ഞാൻ അന്വേഷിച്ചു. മാർക്കറ്റിലൊക്കെ അന്വേഷിച്ചപ്പോഴത്തേക്ക് ഇത് പിടിപ്പിച്ചതിന് ശേഷം ഉണ്ടാകാൻ സാധ്യതയുള്ള എന്തെങ്കിലും കേടുപാടുകൾ ഉണ്ടെങ്കിൽ അതും ഓൺ ദ സ്പോട്ട് വന്ന് ശരിയാക്കുമെന്നുള്ള ഒരു ആഫ്റ്റർ സെയിൽ സർവീസും കവറേജ് ഉണ്ടെന്നുള്ളത് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് ഇവരെ സമീപിക്കും. സോ ദേ ഹാവ് മെറ്റ് ആർ ഡെഡ് ലൈൻ. അതാണ് ഇതിനകത്തൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ചുരുങ്ങിയ സമയം കൊണ്ട് സ്കൂൾ വർക്കിന് മുമ്പായിട്ട് അവരുടെ ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് തീർത്തിട്ടാണ് ഇവിടുന്ന് പോകുന്നത്. സോ കാര്യത്തിൽ വി ആർ വെരി മച്ച് സാറ്റിസ്ഫൈഡ് വിത്ത് യുവർ സർവീസ്. ഡോൺ ബോസ്കോ സ്കൂളിനും സ്റ്റുഡൻസിനും ഈ പുതിയ പ്ലേ ഏരിയ ഒരുപാട് സന്തോഷവും നല്ല അനുഭവങ്ങളും നൽകട്ടെ. താങ്ക് യു.